കോഴിക്കോട് ജില്ലയിൽ വെള്ളക്കെട്ടിന്റെ ദുരിതം ഇനിയും ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഇപ്പോഴും എല്ലാ വീടുകളിലും വെള്ളം അതേപടി തന്നെ നിൽക്കുന്നുണ്ട്. രാവിലെ മുതൽ മഴയ്ക്കൊരു ശമനമുണ്ടെങ്കിൽ പോലും ഈ കോഴിക്കോട് ഇപ്പോൾ പൂളക്കടവ് ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും ഉൾപ്പെടെ വെള്ളം അതേപടി തന്നെയുണ്ട്. നമുക്കറിയാം, പറമ്പിൽ ബസാർ നടമ്മൽ ഭാഗത്തു നിന്നും അനഘ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മേഖലയിൽ കൂടുതലായി വെള്ളം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ നടമ്മൽ ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന രീതിയിലുള്ളതിനേക്കാട്ടിലും വലിയ രീതിയിലുള്ളൊരു വെള്ളപ്പൊക്കമാണ് ഈ നടമ്മൽ ഭാഗത്തുള്ളത്. ഒരു 2 ആളുടെ അടി പൊക്കത്തിലാണ് ഈ നടമ്മൽ ഭാഗത്തുള്ളത്. പലരും ഈ തോണി സർവീസിനെ അടക്കം ആശ്രയിച്ചിട്ടാണ് ഇപ്പം പുറത്തേക്ക് പോകുന്നത്. ഒരുപാട് ആളുകൾ ക്യാമ്പിലേക്ക് അടക്കം മാറിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ആളുകളൊക്കെ വീടുകളിൽ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ മഴ കുറയുന്നൊരു പക്ഷം വെള്ളം ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിലവിൽ അവിടുത്തെ ആളുകൾ. ഇതേ അവസ്ഥ തന്നെയാണ്. കക്കയം ഡാം തുറന്നതിന് പിന്നാലെയാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. 2018 ഇത് സമാനമായ അവസ്ഥ തന്നെയാണ് ഈ കോഴിക്കോട് റൂറൽ മേഖല അനുഭവപ്പെട്ടിരിക്കുന്നത്. കക്കോടി, പറമ്പിൽ ബസാർ, അതുപോലെ ഈ നടമ്മൽ, ഈ മേഖലകളിലെല്ലാം ഈ സമാനമായ അവസ്ഥയാണ്. ഈ വെള്ളക്കെട്ടിൻ്റെ ഈ ഒരു വെള്ളം ഇറങ്ങണമെങ്കിൽ തന്നെ ഒരു 4-5 ദിവസത്തോളം നീണ്ടു നിൽക്കുമെന്നാണ് ഇവിടുത്തെ ആളുകളും പറയുന്നത്. എങ്കിൽ പോലും മഴ ഇനി ശക്തമായാൽ ഈ വെള്ളം ഒഴിയില്ലെന്നുള്ള ഒരു ആശങ്കയും ഇവർക്കെല്ലാവർക്കുമുണ്ട്. ഈ പ്രദേശം വയലുമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റോഡുമാണ്. ഈ മേഖലയിലാണ് ഇത്ര രൂക്ഷമായ വെള്ളക്കെട്ടുള്ളത്. പൂളക്കടവ് പാലം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പൂനൂർ പുഴയോട് സമീപത്താണ് ഈ ഒരു പ്രദേശമുള്ളത്. ഇവിടുത്തെ പല ഫാമിലികളും ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കക്കോടിയിൽ ഇന്നലെ തന്നെ നിരവധി ഫാമിലികളെ ഇവിടുന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ മേഖലയിലുള്ളവർക്ക് പുറത്തെത്താൻ യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ്. ക്യാമ്പിൽ പല ഫാമിലികൾ ഉണ്ടെങ്കിൽ പോലും ചിലരൊക്കെ ഈ ബന്ധുവീടിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ, മഴ കുറഞ്ഞില്ലെങ്കിൽ ഈ അവസ്ഥ തുടരുമെന്നുള്ള ഒരു ദുരിതമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.